KPCCയുടെ സമരാഗ്നിക്ക് ഇന്ന് തുടക്കമാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പ്രക്ഷോഭം 14 ജില്ലകളിലും 20 ദിവസങ്ങളിലായി നടക്കും. UPA സർക്കാരിന്റെ കാലത്ത് രാജ്യത്തിന്റെ സമ്പദ്ഘടന പൂർണ്ണമായും തകർന്നിരുന്നെന്ന രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ധവളപത്രം. മോദി സർക്കാർ സമ്പദ്ഘടനയെ കരുത്തുറ്റതാക്കി എന്നും ധവളപത്രത്തിൽ പറയുന്നു. അതുമാത്രമല്ല 3 പേർക്ക് കൂടി ഭാരതരത്ന ബഹുമതി. മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവുവിനും ചൗധരി ചരൺ സിംഗിനും MS സ്വാമിനാഥനും ഭാരതരത്ന. ഇതടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും അവയുടെ തത്സമയ വിവരങ്ങളുമായി ലൈവ് ന്യൂസ് തുടങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ നമ്മൾ ആദ്യം പോകുന്നു. രാജ്യത്ത് 3 പേർക്ക് കൂടി ഭാരതരത്ന പ്രഖ്യാപിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവുവിനും ചൗധരി ചരൺ സിംഗിനും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനുമാണ് പുരസ്കാരം. 3 പേർക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകുന്നത്. പുരസ്കാരം കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടി പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമായി കാണുന്നുവെന്ന് MS സ്വാമിനാഥന്റെ മകൾ സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. PV നരസിംഹറാവു, ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവർ അഭൂതപൂർവമായ സംഭാവന നൽകിയവരെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ പ്രതികരണവും എത്തി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ്. അതോടൊപ്പം തന്നെ മലയാളികൾക്ക് വളരെ ഏറെ അഭിമാനിക്കാവുന്ന ഒരു വാർത്ത. കാരണം കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, അതിനൊപ്പം നിന്ന് അവിടുത്തെ ഒരു ഹരിത വിപ്ലവത്തിനു തന്നെ കൂട്ടുനിന്ന ഒരാളാണ് ശ്രീ MS സ്വാമിനാഥൻ. അദ്ദേഹത്തിന് കൂടി ഭാരതരത്ന കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ അഭിമാനിക്കാം. ഇരട്ട നേട്ടം എന്ന് പറയുന്നത് പോലെയല്ലേ? തീർച്ചയായും സ്മിത, ഇന്ത്യയിലെ തന്നെ കർഷകർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഡോക്ടർ MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം നൽകി എന്നുള്ളത്. കേരളത്തിന് പ്രത്യേകം അഭിമാനിക്കാം എന്നതിനൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് പഞ്ചാബും ഹരിയാനയും അടക്കമുള്ള പ്രദേശങ്ങളിലെ കർഷകർക്ക് ഒരു ദിശാബോധം നൽകിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ കർഷകരെ കൂടി സന്തോഷിപ്പിക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ ഡോക്ടർ MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം നൽകിയത് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ 2 മുൻ പ്രധാനമന്ത്രിമാർക്ക് ഭാരതരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നൽകിയ ഈ പുരസ്കാരങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ്, അദ്ദേഹം കർഷകരുടെ മിശിഹ എന്നാണ് അറിയപ്പെടുന്നത്. കർഷകർക്ക് വേണ്ടിയുള്ള ഒട്ടേറെ പോരാട്ടങ്ങൾ നയിച്ച മുൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാരമ്പര്യമുള്ള പാർട്ടി, അദ്ദേഹത്തിന്റെ മകൻ അജിത് സിംഗ് രൂപം നൽകിയ പാർട്ടി, നിലവിൽ അദ്ദേഹത്തിന്റെ ചെറുമകനായ ജയൻ ചൗധരി നേതൃത്വം നൽകുന്ന പാർട്ടി RLDയുമായി BJP സഖ്യമുണ്ടാക്കിയ ഘട്ടത്തിൽ തന്നെയാണ് ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന പുരസ്കാരവും നൽകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയമായ ഇതിന് ഒരു പശ്ചാത്തലം എന്നുള്ളത്. സമാനമായി 2 ആഴ്ച മുമ്പാണ് ബീഹാറിൽ നിന്നുള്ള OBC നേതാവ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകുകയും അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുവായി കണക്കാക്കുന്ന കർപ്പൂരി ഠാക്കൂറിന് നൽകിയതിലൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ നിതീഷ് കുമാറിനെ വീണ്ടും NDAയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയും ബീഹാറിലെ ഭരണം അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതുമാണ്. സമാനമായ നീക്കമാണ് RLDയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. JDUവിന് പിന്നാലെ RLDയും NDA സഖ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഇന്ത്യ സഖ്യം വിട്ട്. കൂടാതെ PV നരസിംഹറാവു, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ പ്രധാനമന്ത്രിയുമാണ് അദ്ദേഹം. ആന്ധ്രയിലെ ജനങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള, ജനമനസ്സുകളിൽ ഇപ്പോഴും ഇടമുള്ള ഒരു നേതാവാണ് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു. ഒപ്പം തന്നെ കോൺഗ്രസ് അവഗണിച്ച ഒരു നേതാവ് എന്ന BJP കുറ്റപ്പെടുത്തുന്ന ഒരു നേതാവ് കൂടിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയ്ക്ക് പുതിയ ദിശാബോധം കൈവന്നത് ഈ PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ പിന്നീട് കോൺഗ്രസും അത് കഴിഞ്ഞ് BJPയും പിന്തുടരുന്നതെന്ന കുറ്റപ്പെടുത്തൽ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാർട്ടികളും ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു മുൻ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രിക്ക് ഭാരതരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനെ പോലും ആശയക്കുഴപ്പത്തിലാക്കുകയും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾക്കിടയിൽ അത് കൂടുതൽ അവരെ കൂടി സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേർന്നത്. 2 മുൻ പ്രധാനമന്ത്രിമാർക്ക് ഉൾപ്പെടെ 3 പേർക്കാണ് ഇപ്പോൾ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന സമ്മാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി വിവരിക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യം കൂടിയാണ്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്ര സമരാഗ്നി. ഇന്ന് സമരാഗ്നിക്ക് തുടക്കമാവുകയാണ് കാസർഗോഡ്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4 മണിക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ പിണറായി സർക്കാരിന് യോഗ്യതയില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ 24-നോട് പറഞ്ഞു. കേന്ദ്രത്തിൽ മോദി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ പിണറായിയും ചെയ്യുന്നത് എന്നാണ് വിമർശനം. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നിലനിന്നാൽ ഈ രാജ്യം തകരും. ഐക്യത്തിന്റെ കോട്ട പൊളിയും. ഈ കോട്ട പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ നരേന്ദ്രമോദിയും അതുപോലെ BJP ഗവൺമെന്റും. അവർക്കെതിരെ സമരം നടത്തിയവർ അതിന് അർഹതയുള്ളവരല്ല, അർഹതയില്ലാത്തവരാ. അവർ കേരളത്തിൽ ചെയ്തതും ഇത് തന്നെയാണ്. ജനമനസ്സുകളെയും ജനതാൽപര്യങ്ങളെയും അഭിലാഷങ്ങളെയും ചവിട്ടി മതിച്ചു കൊണ്ടുപോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റാണ് കേരളത്തിൽ. കേന്ദ്ര സർക്കാരിനെതിരായ കേരള സർക്കാർ സമരം നാടകമെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളോട് കോൺഗ്രസിനും എതിർപ്പുണ്ട്. അതിന് നടത്തേണ്ടത് ഈ നാടകമല്ലെന്നും മോദിയെ നട്ടെല്ലോടെ നേരിടുന്നത് കോൺഗ്രസ് ആണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൻ്റെ നരേന്ദ്രമോദി ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളോടെല്ലാം ഞങ്ങൾക്കും യോജിപ്പുണ്ട്. പക്ഷേ അതിന് നടത്തേണ്ടത് ഈ ഡ്രാമയല്ല. BJPക്കെതിരെ പോരാടാൻ ധൈര്യമുള്ള, നട്ടെല്ലുള്ള, എന്തു വന്നാലും ഇവരുടെ ഈ ഫാസിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി അന്തിമമായ പോരാട്ടത്തിന് മുന്നോട്ട് വരുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയുമാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രതിരോധത്തിലേ അല്ല. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, പ്രതിഷേധ സമരാഗ്നി അതിനിപ്പോൾ അധികം സമയമില്ല. ആരെല്ലാം എത്തുന്നുണ്ട്? നേതാക്കൾ. ഇന്നൊരു തുടക്കം തന്നെയാണ്. അപ്പോൾ ആ തുടക്കം ആവേശോജ്വലമാക്കാനുള്ള നടപടികൾ ആ രീതിയിൽ തന്നെയാണോ പോകുന്നത്? അസ്മിത, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് സമരാഗ്നി എന്ന രീതിയിൽ ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. 14 ജില്ലകളിലൂടെയും യാത്ര കടന്നു പോകും. ഇന്ന് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ജനറൽ സെക്രട്ടറി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയത്തിനകം പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നേതാക്കൾ ഉൾപ്പെടെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുന്നതേ ഉള്ളൂ. പരമാവധി അണികളെ ഈ പരിപാടിയിലേക്ക് എത്തിക്കുക എന്നതാണ് സംഘടനാ തലത്തിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള പ്രചാരണം, രാഷ്ട്രീയ നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കുക, രാഷ്ട്രീയ മുദ്രാവാക്യം കൂടുതൽ ശക്തമാക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ തലത്തിൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ UDF-നെയും ഒരുക്കുക, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കുക എന്നതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ കൂടി ഈ സമരാഗ്നി എന്ന ഈ യാത്രാ പരിപാടിയെ നമ്മൾ കാണേണ്ടതുണ്ട്. ആ തരത്തിൽ പ്രവർത്തകർ വലിയ രീതിയിൽ എല്ലാ കേന്ദ്രങ്ങളിലും, അതായത് 30-ലധികം പൊതുസമ്മേളനങ്ങളാണ് ഈ സമരാഗ്നിയുടെ ഭാഗമായി കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. അവിടേക്കെല്ലാം വലിയ പ്രവർത്തകരെ, അണികളെ എത്തിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാകെയുള്ള വലിയ പ്രചണ്ഡമായ ഒരു പ്രചാരണം തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള സമരം, കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള ഒരു സമരം നടന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് അതിനുശേഷം അത് വലിയൊരു ദേശീയ മുന്നേറ്റം എന്ന രീതിയിലൊക്കെ വിലയിരുത്തപ്പെട്ടു. കോൺഗ്രസ് UDF അതിൽ പിന്നീട് പ്രതിരോധത്തിലായി, ഇതിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചതോടെ പ്രതിരോധത്തിലായി എന്ന വിമർശനം CPI-യും അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ശക്തമായി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിനെ കോൺഗ്രസിന് മറികടക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമുക്ക് K സുധാകരൻ, അതോടൊപ്പം തന്നെ VD സതീശൻ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. സമരാഗ്നിയുടെ മുന്നോടിയായി അവർ പ്രതികരിക്കുന്നതും ആ തരത്തിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ ഇടതുപക്ഷം നടത്തുന്നത് അതിൽ ആ സമരത്തിനോ ആ നീക്കത്തിലോ ആത്മാർത്ഥതയില്ല. അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് ആണ് എന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. ആ പ്രചാരണം തന്നെയാണ് അത് കൂടുതൽ ശക്തമായി ഈ സമരാഗ്നി യാത്രയിലൂടെ വിവിധ കേന്ദ്രങ്ങളിൽ അവർ ജനങ്ങളുമായി സംവദിക്കും. അതോടൊപ്പം തന്നെ
ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ അതിൽ കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം സംസ്ഥാനത്താകെ തെളിഞ്ഞു വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവസാന ഘട്ടത്തിൽ പ്രതിരോധത്തിലാകുക എന്നത് ചിന്തിക്കാൻ കഴിയില്ല. ഒരു ഘട്ടത്തിൽ നവകേരള സദസ്സിനോട് ശേഷമൊക്കെ കോൺഗ്രസിന് രാഷ്ട്രീയമായി വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനെങ്കിൽ രാഷ്ട്രീയമായി ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. അത് അതായത് ഡൽഹിയിലെ ഇടതുപക്ഷത്തിന്റെ സമരത്തിന് ശേഷം പ്രതിരോധത്തിലായി എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ പൊതുവെ ഉണ്ട്. അതിനെ മറികടക്കേണ്ടതുണ്ട്, അത്തരം വിമർശനങ്ങളെ മറികടക്കേണ്ടതുണ്ട്. അങ്ങനെ വലിയ രാഷ്ട്രീയ ദൗത്യമാണ് ഈ സമരാഗ്നിയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നേതാക്കൾ ഉൾപ്പെടെ ഈ വേദിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം വളരെ ഗൗരവത്തിൽ, അതായത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഒരു സമരം നയിക്കുന്നു. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ അത്തരത്തിലുള്ള സമരങ്ങൾ അപൂർവമാണ്. കാരണം പൊതുവെ KPCC പ്രസിഡന്റാണ് ഇത്തരത്തിൽ സമരങ്ങൾ നയിക്കാറുള്ളത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് കൂടി ചേർന്ന് ഇതിനെ നയിക്കുന്നു. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തുമ്പോൾ ഒരു നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ ക്യാമ്പയിനായിട്ടാണ് സമരാഗ്നിയെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. സ്മിത. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി ചേർന്നത്. അല്പസമയത്തിനകം സമരാഗ്നി അവിടെ കാസർഗോഡ് തുടക്കമാകും. സമരാഗ്നിക്ക് പ്രതിഷേധ സമരാഗ്നി അത് 14 ജില്ലകളിലായി 20 ദിവസങ്ങളിലായി നടത്താനാണ് കോൺഗ്രസിന്റെ ഒരു തീരുമാനം. വലിയ തിരക്ക്, ജനക്കൂട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഒരു വലിയ ശക്തി പ്രകടനം കൂടിയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ലൈവ് ന്യൂസ്. SFIO അന്വേഷണത്തിനെതിരെ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കില്ല. അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇന്നലെയാണ് എക്സാലോജിക് ഹൈക്കോടതിയെ സമീപിച്ചത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കീഴ്ഘടകങ്ങളിൽ വിശദീകരണവുമായി CPIM രംഗത്തെത്തി. അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യണം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കേസിൽ മുഖ്യമന്ത്രി കൂടി പ്രതിയാകും. കേന്ദ്ര ഏജൻസി നടപടിയെടുത്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. ഓഫ് കറപ്ഷൻ ആക്റ്റും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും ഈ 2 നിയമവും ഇതിൻ്റെ അകത്തുണ്ട്. ഈ 2 നിയമവും അതിൽ മുഖ്യമന്ത്രി കൂടി പ്രതിയാവും. കാരണം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുടെ ബന്ധുവാണ് ഇയാൾ. അതുകൊണ്ടാണ് ഈ പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതെന്ന്. പ്രധാനപ്പെട്ട സ്ഥാനത്ത് ആരായിരിക്കുന്നത്? മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പ്രതിയാവും. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. ഇന്നും എക്സാലോജിക് നൽകിയ ഹർജി പരിഗണിക്കുന്നില്ല. പക്ഷേ അടുത്ത ദിവസം, അത് തിങ്കളാഴ്ച പരിഗണിക്കും എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി കൂടി പ്രതി ആകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം പിതാവിൻ്റെ ആ ഒരു സ്ഥാനം അതുതന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുള്ളത്, അതിന് തുണയായത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും മുഖ്യമന്ത്രിയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് ഈ കേസ് എന്നുള്ള രീതിയിൽ വലിയ പ്രതിഷേധം കൂടി ഉയരുന്ന സാഹചര്യമുണ്ട്. സ്മിത, വലിയ പ്രതിഷേധം തന്നെയാണ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. പ്രതിപക്ഷമാണെങ്കിൽ അത് ഓരോ ഘട്ടത്തിലും കൃത്യമായി തന്നെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഓരോ ഘട്ടത്തിലും അതിനെ ഏത് രീതിയിൽ അതിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഏതെല്ലാം രീതിയിൽ അത് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ പ്രതിപക്ഷം നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ ആ കേസ് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് പരിഗണിക്കുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. വളരെ വേഗത്തിൽ ആ കേസ് എടുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്തായാലും എക്സാലോജിക്കിന്റെ ആ ഒരു ഹർജി അത് ഈ പറഞ്ഞ രീതിയിൽ അന്വേഷണം റദ്ദാക്കണം എന്നുള്ളതാണ്, സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് ഹർജിയിൽ പറയുന്നത്. എന്തായാലും ആ ഹർജി ഇന്ന് പരിഗണിച്ചിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ കേസ് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ലിസ്റ്റിൽ എന്തായാലും ആ കേസ് വന്നിട്ടില്ല. അത് തിങ്കളാഴ്ച, അതായത് ഈ എക്സാലോജിക്കിന്റെ അഭിഭാഷകരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിങ്കളാഴ്ച പരിഗണിക്കും എന്നുള്ളതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ അത്തരത്തിലാണ്. എന്തായാലും തിങ്കളാഴ്ച കേസ് പരിഗണിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ കേസ് വരാനുണ്ടായ ഒരു സാഹചര്യം വളരെ കൃത്യമായി തന്നെയാണ്. SFIO ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത് ആ ഒരു രീതിയിൽ തന്നെ. ഇപ്പോൾ KMRലാണെങ്കിലും അതുപോലെ KSIDCയിലാണെങ്കിലും ഒക്കെ ആദ്യഘട്ട അന്വേഷണം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി വീണ വിജയന് നോട്ടീസ് നൽകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക ഹൈക്കോടതിയെ എക്സാലോജിക്ക് സമീപിക്കുന്നത്. എന്തായാലും ആ ഹർജി ഇന്ന് പരിഗണിച്ചിട്ടില്ല. കേരളത്തിൽ വലിയ തോതിൽ പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഈ കേസിനെ കൊണ്ടുപോകുന്നു. അതിനിടെയാണ് ഇത്തരം നിയമ നടപടികളുമായി എക്സാലോജിക്ക് മുൻപോട്ട് പോകുന്നത്. വീണ വിജയനിലേക്ക്
നോട്ടീസ് നൽകി വിവരങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് കടക്കാതെ തന്നെ അത് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമാണ് എന്തായാലും നടക്കുന്നത്. KSIDC സമാനമായ രീതിയിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ അന്വേഷണം സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ കേരള ഹൈക്കോടതിയും അതിൽ ഭിന്ന നിലപാടാണ് എടുത്തത്. അന്വേഷണം റദ്ദാക്കാൻ കഴിയില്ല, സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ്. ഇനിയിപ്പോൾ കർണാടക ഹൈക്കോടതി ഏത് രീതിയിലാണ് ഈ നിലപാടെടുക്കുക എന്നുള്ളത് തന്നെ നാളെ നോക്കിക്കാണുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മിത. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി ചേർന്നത്. കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് നൽകിയ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം പൂജപ്പുരയിൽ PSC പരീക്ഷയ്ക്ക് ആൾമാറാട്ടം നടത്തിയത് സഹോദരങ്ങളാണെന്ന് പോലീസിന് സംശയം. നേമം സ്വദേശി അമൽജിത്തിന് പകരം പരീക്ഷ എഴുതാനെത്തിയത് അഖിൽജിത്ത് എന്നാണ് സംശയം. രണ്ടുപേരും ഒരുമിച്ചാണ് പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കേസിന് പിന്നാലെ ഇരുവരും ഒളിവിലാണ്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ സഹോദരന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയതാണ്, ഒരാളുടെ പരീക്ഷ മറ്റേയാൾ എഴുതി എന്നുള്ള രീതിയിൽ ഒരു സംശയം. അങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം എന്താണ്? സ്മിത, അത് പോലീസ് അത്തരം കാര്യങ്ങൾ ഉറപ്പിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സഹോദരനായ അഖിൽജിത്ത് നേരത്തെ തന്നെ ഈ PSC പരീക്ഷ എഴുതി വിജയിച്ച ഒരാളാണ്. അതായത് ഈ പ്രാഥമിക ഘട്ട പരീക്ഷ എഴുതി വിജയിച്ച ഒരാളാണ്. അതുകൊണ്ട് അത് മാത്രവുമല്ല, ഈ പരീക്ഷയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ചാണ് ഈ ഒളിവിൽ പോയിരിക്കുന്നത്. അതൊക്കെയാണ് പ്രധാനമായും പോലീസ് ഇവരെ സംശയിക്കുന്നത്. മാത്രവുമല്ല, ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഈ വീട്ടിൽ നിന്നും ഈ പരീക്ഷയുടെ അന്ന് ഇരുവരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. തിരിച്ച് വീട്ടിൽ വരികയും അതിനുശേഷം പോവുകയും ചെയ്ത് ഒരുമിച്ചാണ് എന്നുള്ളതാണ് പോലീസിന് ഇവരുടെ അമ്മ നൽകിയിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംശയമാണ് പോലീസിനുള്ളത്. അതായത് ഈ അമൽജിത്തിന് പകരമായി അഖിൽജിത്താണോ വന്നത് എന്നുള്ളത്. അതിൽ പക്ഷേ വീട്ടുകാരും മറ്റ് ബന്ധുക്കളും ഒക്കെ പറയുന്നത് അങ്ങനെയല്ല, ഈ അമൽജിത്ത് തന്നെയാണ് പരീക്ഷ എഴുതാൻ വന്നത്. ഈ വയറുവേദന ആയതുകൊണ്ട് എഴുതാൻ കഴിയാത്തത് കൊണ്ടാണ് ഇറങ്ങി വന്നത് എന്നുള്ള രീതിയിലൊക്കെ വീട്ടുകാരും പോലീസിനോട് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പോലീസ് വിശ്വാസത്തിൽ എടുക്കുന്നില്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുള്ളൂ. CCTV, അതായത് ഈ പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അടക്കം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇവർ സംസ്ഥാനം വിട്ടോ എന്നൊരു സംശയം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ അമൽജിത്ത് ഈ പ്രാഥമികഘട്ട ഈ പരീക്ഷയുടെ തന്നെ പ്രാഥമികഘട്ട പരീക്ഷ വിജയിച്ച ആളാണ്. അതിൽ 55%-ലധികം മാർക്ക് നേടിയ ഒരാളാണ്. ആ പരീക്ഷയും അങ്ങനെ മാർക്ക് നേടിയ ഒരാൾ പിന്നീട് ഒരു ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതേണ്ട കാര്യമുണ്ടോ എന്നും പോലീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ പ്രാഥമികഘട്ട പരീക്ഷയും ഇത്തരത്തിൽ വേറൊരാളെ വെച്ച് എഴുതിയതാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ആദ്യമായി ബയോമെട്രിക് സംവിധാനം നടപ്പിലാക്കിയ ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിലാണ് ഇത്തരത്തിലൊരു ആൾമാറാട്ടം നടത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. CCTV-യിൽ ഇവർ തിരുമല വരെ പോകുന്ന ഭാഗങ്ങൾ കൃത്യമായുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള ഭാഗങ്ങൾ ലഭിച്ചിട്ടില്ല. അതൊക്കെ പോലീസിനൊരു വെല്ലുവിളിയാകുന്നുണ്ട്. ഈ ഫോൺ കേന്ദ്രീകരിച്ചും മറ്റുമാണ് അന്വേഷണം നടത്തുന്നത്. ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയതും പോലീസിന് ചെറിയ രീതിയിൽ കുഴക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഏതായാലും ഈ തരത്തിൽ അത്തരം കാര്യങ്ങളാണ് പോലീസ് മുന്നോട്ട് നീക്കുന്നത്. ഏതായാലും സഹോദരങ്ങളാണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. സ്മിത. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം പൂജപ്പുരയിൽ PSC പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയത് സഹോദരങ്ങളാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. മലപ്പുറം എടവണ്ണ തൂവക്കാട് ഫർണിച്ചർ ശാലയിൽ തീപിടുത്തം. 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. മഞ്ചേരി, നിലമ്പൂർ, തിരുവാലി ഫയർ സ്റ്റേഷനുകളിലെ യൂണിറ്റുകളിലെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. സമീർ ബിൻ കരീമാണ് ചേരുന്നത് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. സമീർ, ഇത് 1 മണിയോടുകൂടി തീപിടുത്തമുണ്ടാകുന്നു. അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുന്നുണ്ട്? തീ അണയ്ക്കാറായോ, അതോ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അതിനകത്ത്? മറ്റ് വാർത്തകൾ എന്തെങ്കിലും, വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? സ്മിത, നിലവിൽ ഈ തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ഈ ഫർണിച്ചർ നിർമ്മാണശാലയിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന സമയമായതിനാൽ ജീവനക്കാരൊക്കെ തന്നെ പള്ളിയിലോട്ട് പോയ സമയത്തായിരുന്നു. അതിനാൽ പള്ളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നടത്തിയ പരിശോധനയിലാണ് തീപിടുത്തമാണെന്ന് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഒപ്പം നാട്ടുകാരും മറ്റുള്ളവരും ചേർന്ന് തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമായിരുന്നു. എന്നാൽ അത് ഫലം കണ്ടില്ല. പിന്നീട് മഞ്ചേരി, നിലമ്പൂർ, തിരുവാലി എന്നീ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 4ഓളം ഫയർ യൂണിറ്റുകളെത്തി തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. എന്താണ് തീ പിടിക്കാനുണ്ടായ സാഹചര്യം, കാരണം എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും 50 ലക്ഷം രൂപയിലധികം ഒരു പണത്തിന്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ധാരാളം മരങ്ങളും അതോടൊപ്പം തന്നെ പണി കഴിഞ്ഞിരുന്ന ചില ഉപകരണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവയൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ ഈ ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഫർണിച്ചർ നിർമ്മാണശാലയാണിത്. ശരി, മലപ്പുറം എടവണ്ണ തൂവക്കാട് ഫർണിച്ചർ ശാലയിലാണ് 1 മണിയോടെ തീപിടുത്തമുണ്ടായത്.
ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർ എഞ്ചിനുകൾ എത്തി, യൂണിറ്റുകൾ എത്തി. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ആർക്കും പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED സമൻസിനെതിരെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും കിഫ്ബിയും സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 12 മാറ്റി. വീണ്ടും ED നോട്ടീസ് ലഭിച്ചുവെന്നും ഈ മാസം 13 ഹാജരാകണം എന്നാണ് നിർദ്ദേശമെന്നും തോമസ് ഐസക് കോടതിയെ അറിയിച്ചു. കേസിൽ തിങ്കളാഴ്ച വാദം കേൾക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തെല്ലാമാണ് വിവരങ്ങൾ? ഇന്ന് ഈ കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെയും ഹർജിയാണ് ഹൈക്കോടതി മുമ്പാകെ എത്തിയത്. സമൻസിനെതിരെയായി രണ്ട് കക്ഷികളും നൽകിയ ഹർജി കോടതി പരിഗണനയ്ക്കെടുത്തു. പക്ഷെ ഇന്ന് കാര്യമായ വാദം അതിൽ നടന്നില്ല. കാരണം അതിൽ കേന്ദ്ര സർക്കാരിന്റെ, അതായത് EDയുടെ മറുപടി സത്യവാങ്മൂലം ഇന്ന് സമർപ്പിച്ചിരുന്നില്ല. അതിന് സമയം ആവശ്യപ്പെട്ടു. തുടർന്ന് അതിന് സമയം കോടതി അനുവദിച്ചു. ഇതിനിടയിൽ തോമസ് ഐസക് ഒരു കാര്യം ചൂണ്ടിക്കാട്ടി, 13-ാം തീയതി തന്നോട് ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ED എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇടപെടൽ വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷേ കോടതി തൽക്കാലം അത് എന്റർടൈൻ ചെയ്തില്ല. അത് 12-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ അതുകൂടി ചേർത്ത് പരിഗണിക്കാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കിയിൽ ദയാവധത്തിന് തയ്യാറെന്ന പോസ്റ്ററുമായി സമരം ചെയ്ത വൃദ്ധ ദമ്പതികൾ സമരം അവസാനിപ്പിച്ചു. അടിമാലി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമുണ്ടായത്. പെൻഷൻ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് CPIM നേതാക്കൾ ഉൾപ്പെടെ ഉറപ്പു നൽകി. അതോടെയാണ് ദമ്പതികൾ പോസ്റ്റർ അഴിച്ചു മാറ്റിയത്. അവർ പറഞ്ഞത് മാസാമാസം പെൻഷൻ തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അതിന് എന്തൊരു ഉറപ്പില്ലല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അതുകൊണ്ട് ഈ സമരം ഞാൻ അവസാനിപ്പിക്കുക. കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ നടത്തുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഞങ്ങൾ നേരത്തെ മുതൽ കുഞ്ഞുനാളെ മുതൽ അറിയുന്ന സഖാവാണ്. സഖാവ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം എന്തുണ്ടെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ട് സഖാവ്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, അവർ സമരം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും അമ്മ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന്. പക്ഷേ അദ്ദേഹം പറയുന്നത് അത് അത്ര ഉറപ്പില്ല എങ്കിൽ പോലും ബഹുമാനം സ്നേഹവുമുള്ള ഒരാൾ പറഞ്ഞതുകൊണ്ട് നിർത്തുന്നു എന്നുള്ള രീതിയിലാണ്. സ്മിത, പ്രതിഷേധം എന്തായാലും താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഈ വൃദ്ധ ദമ്പതികൾ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും വിധേന ഈ പെൻഷൻ കിട്ടുന്നതിൽ കാലതാമസം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിൽ പെൻഷൻ കിട്ടാൻ വൈകുകയോ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇതിലും കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് അവർ മുന്നറിയിപ്പ് പോലെ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും CPIMന്റെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വൃദ്ധ ദമ്പതികളുമായി ചർച്ച നടത്തിയത്. കാരണം നമുക്കറിയാം, ഈ മറിയക്കുട്ടിയുടെ വിഷയം വലിയ തരത്തിൽ കേരളം മുഴുവൻ ചർച്ചയായതാണ്. അത് CPIMനെ തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തത്. സമാനമായിട്ടുള്ള അവസ്ഥ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് CPIMന്റെ പ്രാദേശിക നേതൃത്വം ഇത്ര കാര്യമായി തന്നെ ഒരു അനുനയ നീക്കത്തിന് ശ്രമിച്ചത്. അത് ഫലം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ അവർ കടയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് വീടുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് കാട്ടാനശല്യം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ലായിരുന്നു. ഇവർ ഈ കടയിലാണ് താമസിച്ചിരുന്നത്. ആ കടയ്ക്ക് മുൻപിലാണ് ഈ പോസ്റ്റർ കെട്ടിയിരുന്നത്. ആ പോസ്റ്റർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു കാലിയായ കടയായിരുന്നു. ആ കടയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൾപ്പെടെ DYFI മേടിച്ചു കൊടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും അവരുടെ ഒരു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. പക്ഷേ പെൻഷൻ കിട്ടിയില്ല എങ്കിൽ ആ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും തൽക്കാലത്തേക്ക് ആ പ്രതിഷേധം അതങ്ങനെ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പാകിസ്ഥാനിൽ നിന്നുള്ളതാണ്. വോട്ടെണ്ണൽ അനിശ്ചിതമായി നീളുകയാണ്. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ PTIയുടെ പിന്തുണയുള്ള സ്വതന്ത്രക്ക് മുന്നേറ്റം. വിവരങ്ങളുമായി അഖിലശ്രീ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഖില, ഈ വളരെ മന്ദഗതിയിലാണ് ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. തുടക്കം മുതൽ നമ്മൾ കാണുന്നതാണ്. അതുമാത്രമല്ല, ഇങ്ങനെ മാറി മറിഞ്ഞാണ് വരുന്നത് ലീഡെല്ലാം. ഇപ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടി എന്ന് പറയാൻ കഴിയില്ല, സ്വതന്ത്രർ, അവർക്ക് മുന്നേറ്റം എന്നാണോ ഏറ്റവും പുതിയ വിവരം? തീർച്ചയായും സ്മിത, വോട്ടെണ്ണൽ വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. 22 മണിക്കൂറിലധികമായി വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 5:30 വരെയാണ് വോട്ടെണ്ണൽ എന്നാണ് വിവരം. ദേശീയ അസംബ്ലിയിലേക്കുള്ള 336 സീറ്റുകളിൽ 133 കേവല ഭൂരിപക്ഷം വേണ്ടത്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ഇമ്രാൻഖാന്റെ PTIയുടെ പിന്തുണയുള്ള സ്വതന്ത്രർക്ക് 26 സീറ്റുകളിലാണ് ജയം. 18 നവാസ് ഷെരീഫിന്റെ PMLന്റെ സ്ഥാനാർത്ഥികളും 20 ബിലാവൽ
ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടിക്കുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുന്നേറ്റമുള്ളത്. സ്വതന്ത്രരാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നതെങ്കിൽ സർക്കാർ രൂപീകരിക്കാനാവാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിലാവൽ ഭൂട്ടോയുടെ PPPയും അതുപോലെ തന്നെ നവാസ് ഷെരീഫിന്റെ PMNലും ഒരുമിച്ച് ചേർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഉയർന്ന സീറ്റുകൾ നേടുന്നത് ആരാണെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കൂടുതൽ സ്വതന്ത്രർ ജയിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയം തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ് ഇമ്രാൻഖാൻ. അതേസമയം നവാസ് ഷെരീഫിന്റെ മകൾ മറിയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്തിമ വിജയം തങ്ങളുടേതായിരിക്കുമെന്നും തോൽവി ഏൽക്കാൻ തയ്യാറായിക്കൊള്ളൂവെന്നും ഇമ്രാൻഖാനോട് പറഞ്ഞിരിക്കുകയാണ്. സ്മിത. ശരി, അഖിലേശ്രീയാണ് വിവരങ്ങളുമായി ചേർന്നത്. വളരെ കാലത്തെ നീണ്ടുനിന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, രാഷ്ട്രീയ അനിശ്ചിതത്വം, അതോടൊപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ ജയിൽവാസം, ഇതിനൊക്കെ പുറമെയാണ് ഈ അനിശ്ചിതാവസ്ഥയിൽ തന്നെ നിൽക്കുമ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ വിവരങ്ങൾ, തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി അറിയാൻ കഴിയും. മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് ലൈവ് ന്യൂസ്. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തിന് മറുപടിയുമായി കേരളം. നികുതി വിഹിതം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല എന്നാണ് എതിർ സത്യവാങ്മൂലം. രാജ്യത്തിന്റെ മൊത്തം കടത്തിന്റെ 50% കേന്ദ്രത്തിൻ്റെതാണ്. കടമെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശം നിഷേധിക്കുന്നത് വികസനം തടയുന്നതിന് തുല്യം ആണെന്നും കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ, കേന്ദ്രത്തിനെതിരെയുള്ള ഈ സത്യവാങ്മൂലം, അതിൽ കൃത്യമായി തന്നെ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നു. സംസ്ഥാനത്ത് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അത് കേന്ദ്രത്തിന്റെ അവഗണന മാത്രമല്ല എന്നുള്ള രീതിയിലും. പക്ഷേ സംസ്ഥാന സർക്കാർ ഇക്കാര്യങ്ങൾ തന്നെ മുന്നോട്ട് വെച്ച് കോടതിയെ സമീപിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ കേന്ദ്രം നൽകിയ കുറിപ്പിന് ഉള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതിൽ സംസ്ഥാനം പറയുന്നത് സംസ്ഥാനത്തിന്റെ വീഴ്ച കൊണ്ടാണ് കടം വർദ്ധിക്കുന്നത് എന്ന വാദം അത് അടിസ്ഥാനരഹിതമാണ്. കാരണം ഈ മൊത്തം രാജ്യത്തിന്റെ കടത്തിന്റെ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടമായിട്ട് ഉള്ളത്. കേരളം അതേസമയം കേന്ദ്രത്തിന്റെ നോക്കുമ്പോൾ ഏതാണ്ട് 60% വരും ഈ കടം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിനെതിരെ ഈ വിധത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തെ താരതമ്യപ്പെടുത്തുന്നതിലും അടിസ്ഥാനമില്ല എന്ന് കേരളം ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെ പശ്ചാത്തലം സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെന്ന് കേന്ദ്രം പറയുന്നെങ്കിലും അതിൽ ചില താല്പര്യങ്ങളാണ് ഈ വിധത്തിലുള്ള ഒരു നിലപാടിലേക്ക് കേന്ദ്രത്തെ നയിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. കേരളം എല്ലാ കാര്യങ്ങളിലും സാമ്പത്തിക മിതവ്യയവും ഒപ്പം നടപടിക്രമങ്ങളും പാലിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാക്കിയിട്ടില്ല. സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. കടമെടുക്കുന്നത് സംസ്ഥാനത്ത് മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കല്ല. ഈ കടമെടുപ്പ് പരിധി ഉയർത്തിപ്പോലും നൽകാത്തത് സംസ്ഥാനത്തിന്റെ വികസനത്തെ അടക്കം ബാധിക്കുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദൈനംദിന ചിലവുകളെ പോലും ബാധിക്കുന്ന വിധത്തിൽ ഞെരുക്കുകയാണ് കേന്ദ്ര സർക്കാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടലുകൾ വഴി എന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളും ഇപ്പോൾ സംസ്ഥാനം ഈ കുറിപ്പിന് മറുപടിയായി നൽകിയ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രം നൽകിയ കുറിപ്പും ഒപ്പം സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലവും ഒരുമിച്ചായിരിക്കും സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കലാപം തുടരുന്ന ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി. ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും മതപഠന സ്ഥാപനവുമാണ് പൊളിച്ചത്. അതിന് പിന്നാലെയാണ് കലാപം തുടങ്ങിയത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഈ കലാപത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു, ജീവൻ പൊലിഞ്ഞു പോയി. ഇത് തടയാനുള്ള ഒരു ശ്രമങ്ങൾ അത് ഏത് രീതിയിലാണ് പോകുന്നത്? വലിയ നിയന്ത്രണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്മിത, മേഖലയിലാകെ തന്നെ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ പോലീസിന് ഇപ്പോൾ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷെ ഇന്ന് ഒന്നും തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കലാപത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് 250-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 100-ലധികം പേർ പോലീസുകാരാണ്. സർക്കാർ ഭൂമിയിൽ അനധികൃതമായാണ് മതപഠനശാലയും അതോടൊപ്പം തന്നെ ആരാധനാലയവും നിർമ്മിച്ചതെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു വിശദീകരണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊളിക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി എന്നും വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ കോടതിയുടെ അന്തിമ വിധി വരുന്നതിന് മുമ്പാണ് ഈ ഒരു നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും ഉണ്ടായെന്നൊരു വാദമാണ് കൗൺസിൽ
കൗൺസിൽ ഉയർത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്താൻ യോഗം ചേർന്നത്. ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് സംഘവും ഇന്ന് സ്ഥലത്തെത്തി സാഹചര്യം വിലയിരുത്തിയിരുന്നു. നിലവിൽ ഇപ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കും തന്നെ കാര്യങ്ങൾ പോകുന്നില്ല പോയിട്ടില്ല എന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും ശക്തമായ നിരീക്ഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. കൂടാതെ പോലീസെല്ലാം തന്നെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. അതോടൊപ്പം കലാപകാരികളെ കണ്ടാൽ ഷൂട്ട് അറ്റ് സൈറ്റിന് ഒരു ഉത്തരവും ഇന്നലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പുറപ്പെടുവിച്ചിരുന്നു. മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കും അടച്ചിട്ടിരിക്കുകയാണ്. സ്മിത. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് സംസ്ഥാനത്ത് തുടങ്ങും എന്ന ബജറ്റിലെ പ്രഖ്യാപനത്തിൽ വിവാദവും പരസ്യപ്രസ്താവനയും വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഉള്ളവർ പരസ്യപ്രസ്താവന നടത്തേണ്ടെന്നാണ് നിർദ്ദേശം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതൃപ്തി പരസ്യമാക്കിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദേശ നിക്ഷേപത്തിൽ മാറ്റങ്ങളാകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. ഈ വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ഒരു പരിഹാരം കാണുക എന്നല്ലാതെ ഒരു നിലപാട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ലോകം അവസാനിക്കുന്നതിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. ഈ രാജ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറണമല്ലോ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം എന്താണ്? കുട്ടികളെല്ലാം വിദേശത്ത് പോവുകയാണ്. ഗവൺമെന്റ് തീരുമാനിച്ചുകൊണ്ട് മാത്രം പോകാതിരിക്കില്ലല്ലോ. വിവരമെല്ലാം കുട്ടികളുടെ വിരൽത്തുമ്പിലാണല്ലോ. കുട്ടിക്കറിയാം ഏത് കോഴ്സിന് പഠിക്കാൻ പോകണ്ടെന്ന് അറിയാം. അവരുദ്ദേശിക്കുന്ന ഒരു രൂപത്തിൽ ഉള്ള കോഴ്സും അതുപോലെ ജോലി സാധ്യതയും ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു സംരംഭത്തിലെത്തി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരം കാണണം. പി കെ ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഗിരീഷ്, ഇതിലിപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കാര്യം മനസ്സിലാക്കാം. മാറ്റങ്ങൾ വേണം, വികസനം വേണം, പുരോഗമനം വേണം. പക്ഷേ ഇതിൽ ഉള്ള പ്രശ്നം അതല്ലല്ലോ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായൊരു മാറ്റം അത് ബജറ്റിൽ പറയുമ്പോൾ തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞിട്ടില്ല, വേണ്ട, ചർച്ചകൾ നടന്നില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല, അത്തരത്തിലുള്ള പ്രസ്താവനകൾ വേണ്ട എന്നാണോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം? സ്മിത, വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് കേരളത്തിൽ തുടങ്ങുമെന്ന പ്രഖ്യാപനത്തിൽ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആശങ്ക അറിയിച്ചിരുന്നു. കാരണം വകുപ്പുമായി ചർച്ച നടത്താതെയാണ് ധനമന്ത്രി ഇത് ബജറ്റിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. മാധ്യമങ്ങളെ കണ്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്റെ അതൃപ്തി പരസ്യമാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇതേ തുടർന്നാണ് ഈ പ്രചരണം അവസാനിപ്പിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്താൻ ധനമന്ത്രിക്ക് അവകാശമുണ്ട്. തന്റെ അനുമതിയോടെയാണ് ധനമന്ത്രി ഇത് ബജറ്റിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക രംഗത്തുള്ളവർ ഈ തരത്തിലുള്ള പ്രസ്താവനകളും അതോടൊപ്പം തന്നെ പരസ്യ വിമർശനങ്ങളും നടത്തുന്നത് ഒഴിവാക്കാനും ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്മിത. ശരി ഗിരീഷ്, ഗിരീഷിന്റെ പേര് പറഞ്ഞപ്പോൾ വി കെ ഗിരീഷ് എന്നായിപ്പോൾ അറിയാതെ പറ്റിയതാണ്. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. കൊച്ചിയിലെ NIA കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകൾ പ്രകാരം 25 വർഷം കഠിന തടവുണ്ടെങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അജീഷ് ജയകുമാറാണ് ചേരുന്നത് വിവരങ്ങളുമായി. അജീഷ്, ഏതെല്ലാം വകുപ്പുകൾ, UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്? സ്മിത, UAPA 38, 39 വകുപ്പുകൾ പ്രകാരം 10 വർഷം വീതം കഠിന തടവും ഗൂഢാലോചനയ്ക്ക് 5 വർഷവുമാണ് കൊച്ചി NIA കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ആകെ 25 വർഷം കഠിന തടവുണ്ടെങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 1,25,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. 4 വർഷം പ്രതി ജയിലിൽ കഴിഞ്ഞ കാലാവധി ശിക്ഷയിൽ ഇളവ് ചെയ്ത് കിട്ടും. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് ISന്റെ കേരള ഘടകം ഉണ്ടാക്കി ചാവേർ സ്ഫോടനങ്ങൾക്ക് പദ്ധതി ഇട്ടെന്നായിരുന്നു കേസ്. പ്രതി സമൂഹത്തെ നശിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഭീകര സംഘടനയായ ISന് വേണ്ടി കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിൽ 2018 റിയാസ് അബൂബക്കർ NIAയുടെ പിടിയിലായത്. ഇയാൾക്കെതിരെ ചുമത്തിയ UAPA വകുപ്പുകളും ഗൂഢാലോചന കുറ്റവും നേരത്തെ കോടതിയിൽ തെളിഞ്ഞിരുന്നു. ഇയാൾക്കൊപ്പം പിടിയിലായ 2 പേരെ കേസിൽ NIA മാപ്പ് സാക്ഷിയുമാക്കുകയുണ്ടായിരുന്നു. ശരി, 10 വർഷം കഠിന തടവ് ഉൾപ്പെടെയാണ് ശിക്ഷ. 25 വർഷം കഠിന തടവുണ്ടെങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു. തൃശൂർ IS മൊഡ്യൂൾ കേസിൽ തുടരന്വേഷണം നടത്താൻ NIA കോടതിയിൽ NIA അപേക്ഷ നൽകി. കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 4 പേരെ NIA നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സത്യമംഗലത്ത് നിന്നും 4 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. നബീൽ, മലയാളിയായ നബീൽ അടക്കമുള്ളവരാണ് അറസ്റ്റായിരുന്നത്. ഇവരുടെ കുറ്റപത്രവും സമർപ്പിച്ചു NIA. അന്വേഷണം പൂർത്തിയാക്കി. അതായത് ഇവർ ചെയ്ത കുറ്റകൃത്യം എന്തെന്നാൽ
രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി മോഷണം നടത്തി പണം സമാഹരിച്ചു, ശേഷം യുവാക്കളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. പക്ഷേ ഇതിനിടയിൽ NIAക്ക് ചില നിർണായക വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവരങ്ങൾ കൂടി കിട്ടി എന്നുള്ളതാണ് അറിവ്. അതേ തുടർന്നാണ് തുടരന്വേഷണത്തിനുള്ള ആപ്ലിക്കേഷൻ ഇട്ടത്. ആപ്ലിക്കേഷൻ കോടതി പരിഗണിക്കും, ശേഷം ഉത്തരവിറങ്ങും. പിന്നീട് അന്വേഷണം NIA മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. റൈറ്റ്. എസ് ശ്രീകാന്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റെനോ പി രാജന്റെ അടൂരിലെ വീട്ടിൽ ഉൾപ്പെടെയാണ് പരിശോധന നടക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. പരിശോധന ഇപ്പോഴും നടക്കുകയാണോ ശ്രീജിത്ത്? ഇല്ല സ്മിത, പരിശോധന കഴിഞ്ഞ് സംഘം ഉച്ചയോടുകൂടി മടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ചിന്റെ സംഘമാണ് അടൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി റെനോ പി രാജന്റെ വീട്ടിലടക്കം പരിശോധന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ റെനോ പി രാജന്റെ മൊബൈൽ ഫോണുകളടക്കം ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന നിർണായകമായ വിവരം പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് നീങ്ങുന്നതെന്ന ആക്ഷേപം പൊതുവിൽ ശക്തമായിരുന്നു. കാര്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കളെയും ചോദ്യം ചെയ്തൊഴിച്ചാൽ, ചില ആളുകൾ അറസ്റ്റ് ചെയ്തൊഴിച്ചാൽ സ്വാഭാവികമായി മറ്റു തരത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. അതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വീണ്ടും ഊർജിതമാക്കിയിരിക്കുന്നത്. ചില ഈ അറസ്റ്റിലായവരുടെയും അതുപോലെ തന്നെ ഫോണുകൾ പിടിച്ചെടുത്തവരുടെയും ഫോണുകളിൽ നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ അനുയായി എന്നൊക്കെ അറിയപ്പെടുന്ന റെനോ പി രാജന്റെ അടൂരിലെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി പ്രധാനമായും പോലീസ് കാരണമായി പറയുന്നത്, ക്രൈംബ്രാഞ്ച് കാരണമായി പറയുന്നത്. അതിൽ അടൂർ കേന്ദ്രീകരിച്ചു തന്നെയാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകളും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന നിർണായക വിവരം തന്നെയാണ് പോലീസ് ഇതിനകം തന്നെ പങ്കുവെക്കുന്നത്. എന്തായാലും അടൂരിലെ റെനോ പി രാജന്റെ വീട് മാത്രമല്ല, മറ്റു ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ അവർ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിട്ടുള്ളത് എന്നാണ് വിവരം. നിർണായകമായ വിവരങ്ങൾ ലഭിച്ചോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ഈ ഫോണുകളൊക്കെ തന്നെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അന്വേഷണം തീർന്നിട്ടില്ല, തങ്ങൾ തുടരുക തന്നെയാണ് എന്ന ഒരു സൂചനയാണ് ക്രൈംബ്രാഞ്ച് ഈ റെനോ പി രാജന്റെ ഈ വീട്ടിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്നത്. ശരി. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ പരിശോധനയുണ്ടായി. ക്രൈംബ്രാഞ്ചിന്റെ റെയ്ഡ് നടന്നത് ഉച്ചയ്ക്ക് 1:01 അത് അവസാനിപ്പിച്ച് അവർ തിരികെ പോവുകയും ചെയ്തു. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറത്തേക്കാണ് ഇനി പോകുന്നത്. മലപ്പുറം മഞ്ചേരി നഗരസഭയിൽ കയ്യാങ്കളി. ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഇതോടെയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കടന്നത്. 6 പ്രതിപക്ഷ കൗൺസിലർമാരെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. ഈ പ്രതിപക്ഷത്തെ ഇത്രയേറെ പ്രകോപിപ്പിക്കുന്ന എന്ത് കാര്യമാണ് ഉണ്ടായത്? ഈ കയ്യാങ്കളിയിലേക്കൊക്കെ പോകാൻ കാരണം എന്താണ് സമീർ? സ്മിത, മഞ്ചേരി നഗരസഭയുടെ ബജറ്റ് അവതരണം ഇന്നായിരുന്നു. ഈ ബജറ്റ് അവതരണം തുടങ്ങിയ സമയത്ത് തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ച് പ്ലക്കാർഡുമായി എത്തി മുദ്രാവാക്യ വിളികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇത് ബജറ്റ് അവതരണത്തെ തടസ്സമാകും വിധമാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഭരണ പക്ഷ അംഗങ്ങൾ പ്രതിപക്ഷത്തെ ഒന്ന് കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. അതിന്റെ ഭാഗമായി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പ്ലക്കാർഡുകൾ ഭരണപക്ഷ അംഗങ്ങൾ എടുത്തെറിയുകയും ഇവരുടെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഏറെ നേരം സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് മഞ്ചേരി പോലീസ് നഗരസഭ ഓഫീസിലെത്തി ആണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയത്. അതിന് പിന്നാലെ 6 പ്രതിപക്ഷ അംഗങ്ങളെ ഇവിടെ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ UDF ആണ് നഗരസഭ ഭരിക്കുന്നത്, LDF ആണ് പ്രതിപക്ഷം. ഈ LDF അംഗങ്ങളായിട്ടുള്ള 6 പേരെയാണ് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ മഞ്ചേരി നഗരസഭയിൽ അഴിമതി ഒപ്പം തന്നെ പക്ഷപാതിത്വം കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. ശരി. മഞ്ചേരി നഗരസഭയിലാണ് ഭരണ പ്രതിപക്ഷ കൗൺസിലേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടിയത്. പ്രതിപക്ഷ കൗൺസിലർമാരെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നു. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന ആവശ്യം ആവർത്തിച്ച് INTUC. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഒരെണ്ണം വേണം എന്നാണ് ആവശ്യം. ഒരു വ്യക്തിക്കല്ല, INTUC എന്ന തൊഴിലാളി സംഘടനയ്ക്കാണ് സീറ്റ് ചോദിച്ചതെന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. 16 സീറ്റിൽ ഒരു സീറ്റ് ഒരു INTUCയുടെ പ്രധാനപ്പെട്ട നേതാവിന് INTUCയുമായി ചർച്ച ചെയ്ത് കൊടുക്കണം. INTUC പ്രസിഡന്റ് ചന്ദ്രശേഖരൻ്റെ സീറ്റല്ല. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനാണല്ലോ വ്യക്തി, അതുകൊണ്ട് അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
എല്ലാ സീറ്റും വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. 16 സീറ്റും INTUC പ്രവർത്തകന്മാരുള്ള നേതാക്കന്മാരുള്ള സീറ്റുകളാണ്. 16 അല്ല 20 സീറ്റിലും INTUCക്ക് ശക്തമായ സ്വാധീനമുള്ളതാണ്. സൂരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. സൂരജ്, ഇത് ഈ ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ മുൻപ് തന്നെ സൂചിപ്പിച്ചതാണ്, മറ്റ് പാർട്ടികളൊക്കെ തന്നെ അവരുടെ തൊഴിലാളി സംഘടനകളെ കാര്യമായ രീതിയിൽ പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല, ഇത്തവണ ശക്തമായി തന്നെ സീറ്റ് ആവശ്യം ഉന്നയിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്നു അല്ലേ? INTUC നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമാണുള്ളത്. ഇന്ന് INTUCയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അവർ പോയത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് കൊല്ലം സീറ്റ് അല്ലെങ്കിൽ ആലപ്പുഴ സീറ്റ് വേണം എന്നൊരു ആവശ്യവുമായാണ് INTUCയുടെ സംസ്ഥാന ഘടകം മുന്നോട്ട് പോകുന്നത്. അതിന് പിന്നാലെയാണ് ഈ എക്സിക്യൂട്ടീവിനിടയിൽ ഉച്ചഭക്ഷണത്തിന് പിരിയുന്ന സമയത്താണ് ഈ R ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് നിലപാട് കടുപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയത്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് 16 സീറ്റുകളുണ്ട്, ആ സീറ്റുകളിൽ ഏതെങ്കിലും ഒരു സീറ്റ് അത് INTUCക്ക് വേണം. ഈ തൊഴിലാളി സംഘടന എന്ന നിലയിൽ തങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ എത്തേണ്ടതുണ്ട്. ഈ കോൺഗ്രസിന് 16 MP ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ തൊഴിലാളികളുടെ ശബ്ദം ഉയർത്തുന്നതിനോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSPക്കെതിരെയും ഇദ്ദേഹം ഒളിയമ്പ് നെയ്യുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ടായി. കാരണം പ്രധാനമായും പറയുന്നത് അതായത് ഈ RSP ഈ മുന്നണിയിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും അവർക്ക് അധികമായി പരിഗണന നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം മാറണം എന്നുകൂടി ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് സമാപിക്കും. അതിനുശേഷം കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന ആവശ്യം ആവർത്തിച്ച INTUC. സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ. കേന്ദ്രമന്ത്രിമാരായ V മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ബിഷപ്പ് കുര്യാക്കോസ് ഭരണി കുളങ്ങരയും മേജർ ആർച്ച് ബിഷപ്പിനൊപ്പം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെ കണ്ടു, വളരെ കോർഡിയലായിട്ട് എന്നെ സ്വീകരിച്ചു, വളരെ ഹൃദ്യമായിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്തു. പൊതുവെ ഹൃദ്യമായിട്ടുള്ള ഒരു സംഭാഷണം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു അജണ്ടയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നുമില്ല. ഗവൺമെൻറ് നിങ്ങളോട് എന്നും പരിഗണന കാണിക്കുമെന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സഭയ്ക്ക് ആശങ്കയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും ഈ ചർച്ചയിൽ അതൊന്നും തന്നെ ഞങ്ങളെടുത്ത്, കാരണം അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലല്ല ഞങ്ങളുടെ ഈ സന്ദർശനം. R അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇതൊരു ഹൃദ്യമായ കൂടിക്കാഴ്ച, ഒരു സാധാരണ സൗഹൃദ കൂടിക്കാഴ്ച അങ്ങനെ തന്നെ കാണാമോ? ഇതിനൊരു രാഷ്ട്രീയ മാനം ഇല്ല എന്നാണോ ഇപ്പോൾ പറഞ്ഞത് ആർച്ച് ബിഷപ്പ്? അസ്മിത, സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച അതൊരു സൗഹൃദ കൂടിക്കാഴ്ച എന്ന വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറുപടിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ അജണ്ടകൾ ഇതിന്റെ ഭാഗമായിട്ടില്ല. എന്നാൽ പല ആശങ്കകൾ അത് ഉന്നയിക്കാനുണ്ട്. അത് മറ്റൊരു അവസരത്തിൽ മാത്രമായിരിക്കും ആ ആശങ്കകൾ പ്രധാനമന്ത്രിയുടെ പക്കൽ അറിയിക്കുക എന്നുള്ളതാണ്. ഇത് താൻ ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ സൗഹൃദ കൂടിക്കാഴ്ചയാണ്. അതിനപ്പുറത്തേക്ക് അജണ്ടകൾ വച്ചുകൊണ്ട് ഒരു ചർച്ചകളും നടന്നിട്ടില്ല. മണിപ്പൂർ വിഷയമായിരുന്നാലും തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നാലും അതൊന്നും തന്നെ ചർച്ചയായിട്ടില്ല എന്ന് തന്നെയാണ് ആർച്ച് ബിഷപ്പ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത് പ്രധാനമന്ത്രി എന്നാൽ ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുമെന്നുള്ളതും പ്രധാനമന്ത്രി അറിയിച്ചതായി അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം അതെടുക്കുമോ എന്നുള്ള കാര്യത്തിന് അത് താനല്ല, അത് മറ്റ് സെല്ലുകൾ, ഇതുമായി ബന്ധപ്പെട്ട സെല്ലുകളാണ് അത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കുക. നിലവിൽ താൻ ഈ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നാലും അത് തനിക്ക് പരിശോധിച്ച ശേഷം അവരുമായി സംസാരിച്ച ശേഷം മാത്രമേ അതിലൊരു പ്രതികരണം നടത്തുവാൻ കഴിയൂ. ഇപ്പോൾ അതിനായി ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുമുള്ള പ്രതികരണമാണ് ആർച്ച് ബിഷപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. R അച്യുതനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.